ഹായ് ഓൾ ആർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വിഷുദിനത്തോടനുബന്ധിച്ചുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. വിഷുദിനത്തിൽ രാവിലെ തന്നെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് വിഷുക്കട്ട. അതിൻ്റെ റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു 500 ഗ്രാം ഉണങ്ങലരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അതുണ്ടാക്കാനായിട്ട് ഞാനൊരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട്. 2 നാളികേരം ചിരകി പിഴിഞ്ഞ് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് തൻപാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാലിലും 3ാം പാലിലും ആയിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. പാൽ ഉരുളിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട്. ആ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ആ സമയത്ത് നന്നായി നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടുത്തതായി വിഷുക്കട്ടയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് നല്ല ജീരകം, ചെറിയുള്ളി. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 2-3 സ്പൂണ് നാളികേരപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും നല്ല ജീരകവും നാളികേരപ്പാലും കൂടി അരച്ച് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അരിയുടെ വേവ് ഒന്ന് നോക്കാം. അരിയുടെ വേവ് പകുതി ആയതിന് ശേഷം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെയും ആ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരപ്പാൽ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ 1 കപ്പ് തൻപാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൻപാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായി അതിലെ വെള്ളവും വറ്റി ഈ പരുവത്തിൽ വരുമ്പോൾ നമ്മുടെ വിഷുക്കട്ട തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഒരു വാഴയിലയിലേക്ക് പകർത്തി കൊടുക്കാം. ചൂടോടെ തന്നെ ഇങ്ങനെ പകർത്തിയിടണം കേട്ടോ. അതിനുശേഷം അത് നല്ല രീതിയിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ കനത്തിൽ നമ്മൾ പരത്തിയെടുക്കുക. ഇത് നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പരന്ന പാത്രങ്ങളിൽ പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ വിഷുക്കട്ട. അതിനുശേഷം അത് നമുക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി നമുക്ക് വിഷുക്കട്ട കഴിക്കാനായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. 1/2 കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക.
ശർക്കരപ്പാനി ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അങ്ങനെ വിഷുക്കട്ടയിൽ വെള്ളമൊക്കെ വറ്റി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. വിഷുക്കട്ടയോടൊപ്പം ശർക്കരപ്പാനിയോ കറികളോ ചേർത്ത് കഴിക്കാവുന്നതാണ്. സാമ്പാർ, മാങ്ങാക്കറി ഇതെല്ലാം ചേർത്ത് കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വിഷുക്കട്ട വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അതുവരയ്ക്കും ബായ്.